ഡൽഹിയിൽ സമരമുഖം. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കെടുത്തേക്കില്ല. സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിൽ കണ്ട് ക്ഷണിക്കാൻ CPM സമയം തേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും NCP അധ്യക്ഷനും സമരത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെ LDF നേതാക്കൾ ഇന്നും വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ ഡൽഹിയിൽ സമരം നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. All this they have put now certain limits on the borrowing that the state governments can make, so that they are actually squeezing the state governments. And urge the central government to restore the primacy of the constitutional provisions on the union and the states relationship. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ. അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ, വിഹിതം, പദ്ധതി വിഹിതങ്ങൾ, പുതിയ പദ്ധതികൾ അനുവദിക്കാതെ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായി, ഗവൺമെന്റിനെതിരായി ജനവികാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ ധരിച്ചത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് എളമരം കരീം MP. സംസ്ഥാനം ന്യായമായ അവകാശങ്ങളാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നതെന്നും അക്കാര്യം കേരളത്തിലെ കോൺഗ്രസിന് മാത്രം മനസ്സിലാകുന്നില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്യം. ഇന്ത്യയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾക്കെല്ലാം കിട്ടേണ്ട ന്യായമായ പങ്ക് ലഭിക്കണം. ആ പങ്കാണ് കാലാകാലങ്ങളായിട്ട് കേരളം ചോദിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. NCP അധ്യക്ഷൻ ശരത് പവാറും എത്തും. DMK, സമാജ്വാദി, RJD എന്നീ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളെ അയക്കാനാണ് സാധ്യത. 24 ഡൽഹി.